മൂത്തവളുടെ നിശ്ചയം കഴിഞ്ഞിട്ടേ പറ്റൂ. അല്ല, മൂത്തവളുടെ കാര്യം ഒന്നും ഇപ്പൊ തന്നെ തീരുമാനിക്കാം. ഞാൻ എവരെ ഒന്ന് യാത്രയാക്കിയിട്ട് വരട്ടെ. പുറപ്പെടാം. അവരെ ഹാപ്പി ആയിട്ട് യാത്രയാക്കി. ഇനി ഗീതുമോളുടെ കാര്യം കൂടി നമുക്കങ്ങ് തീരുമാനിക്കണം. എന്താ പിന്നെ ഇനി അത് ഉടനെ വേണം. ഇന്നലെയാണ് മോള് ഞങ്ങളോടെല്ലാം പറഞ്ഞത്. ഒരു ഷോക്ക് അടിച്ച പോലെ തോന്നിയല്ലേ? ഒരിക്കലും ഇല്ല. പഴയ കാലം അല്ലല്ലോ. വിവാഹം എന്നൊക്കെ പറയുമ്പോ മക്കളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. അമ്പടി കള്ളി, എന്നെക്കാൾ ഒരു മുഴ മുന്നിലെറിഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട്, ഈ അച്ഛനും അമ്മയ്ക്കും അനിഷ്ടമായതൊന്നും എന്റെ മക്കൾ ആഗ്രഹിക്കില്ലെന്ന്. അതുകൊണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളും ഒന്ന് സമ്മതിച്ചു. ചെക്കന്റെ ഫോട്ടോ കയ്യിലുണ്ട് അത്രേ. സുന്ദരനാ. മോളെ, ഫോട്ടോ ഗണപതിയെ കാണിക്കും. എന്റെ ഫോട്ടോ എന്നെ തന്നെ കാണിച്ച് പരീക്ഷിക്കണോ അമ്മയ്യച്ച? കഥകളൊക്കെ കേട്ടപ്പോ സഹതാപം തോന്നി. മുനിസിപ്പൽ ഓഫീസിൽ ഉയർന്ന ഉദ്യോഗം, പക്ഷെ ആരുമില്ല. അന്യം നിന്ന തറവാട്ടിലെ ഏക സന്തതി. ഓലോത്തെ കുട്ടിയാത്രേ. ഓലോത്തല്ല, കൊട്ടാരത്തിലെ കുട്ടിയാണെന്ന് പറയായിരുന്നു. ഗണപതിക്ക് അറിയോ ഇയാളെ? ഈ ലോകത്ത് എനിക്ക് അവനെ മാത്രമേ അറിയാവൂ. എനിക്ക് സൗകര്യമായി. എനിക്ക് സൗകര്യമായി. ഇപ്പൊ തന്നെ ഇവനെ കയ്യോടെ പിടിച്ചോണ്ട് വരാം. എന്നിട്ട് ഭാവി കാര്യങ്ങള് നമുക്ക് കൂട്ടായി തീരുമാനിക്കാം. ഇതെങ്ങോട്ടാ എന്നെ പിടിച്ചു വലിക്കൊണ്ട് പോകുന്നത്? ഇങ്ങോട്ട് വാടാ. കാര്യം എന്താന്ന് വെച്ചാ പറ. ചേട്ടാ, എന്താ കാര്യം? ഇവനെ ഇപ്പൊ കല്യാണം കഴിപ്പിക്കാൻ. അയ്യേ, ഈ കോലത്തിലാ? ആ കോലത്തെ കുട്ടി ഈ കൊല്ലത്ത് കെട്ടിയാ മതി. ഉണ്ടോടാ നിനക്ക്? അയ്യാ, തമ്പുരാൻ കുട്ടിയല്ലേ, നാളെ രാജ്യം ഭരിക്കാൻ പോകുന്ന ക്ഷത്രിയൻ. വാടാ, എന്റെ പള്ളിക്കെട്ട്. അതായത് ചേട്ടാ, ആക്ച്വലി എന്താ ഉണ്ടായത്? ഈ തെണ്ടി എന്നെ ആപ്പ് കയറ്റി. ഇവൻ ഇല്ല, ഞാൻ വരില്ല. എനിക്കറിയാം എവിടേക്കാ കൊണ്ടുപോകുന്നത്. അപ്പൊ നിനക്ക് അറിയാം. മര്യാദക്ക് എന്നോടൊപ്പം വന്നില്ലേ നിന്നെയും പീസാക്കൂടാ. ഇങ്ങോട്ട് വാടാ. എന്റെ തലയിൽ കയറിയിരുന്ന് എന്റെ കണ്ണിനെ എന്നെ മുളകുടച്ച് തേച്ചല്ലടാ നന്ദി കേട്ടവനെ. നന്ദിയേട് കാണിച്ചതല്ല ഗണപതി ചേട്ടാ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരാനാന്ന് കരുതി ഒന്ന് ഇടിച്ചു കയറി നോക്കിയതാ. ആ ജാര സന്തതി, തോട്ടി വാങ്ങാൻ ഗതിയില്ലാത്തവൻ ആനയെ വാങ്ങാൻ മോഹിക്കരുത്.